ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജെറുസലേമിന്റെ സ്ഥിതി എന്തായിരുന്നു? ദേവാലയം അവർ തച്ചുടച്ച് ചാമ്പലാക്കി അഗ്നിക്കരയാക്കി ഒരു ചാരക്കൂമ്പാരമായി ജെറുസലേം ദേവാലയം മാറി. അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളുടെ സ്ഥിതി എന്തായിരുന്നു? അല്ലെങ്കിൽ അവിടെയുള്ള ജെറുസലേമിലുണ്ടായിരുന്ന അവശേഷിച്ച ജനത്തിന്റെ സ്ഥിതി എന്തായിരുന്നു? വിലാപത്തിന്റെ പുസ്തകത്തിൽ ആ ജനത്തിന്റെ സ്ഥിതിയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്. വിലാപത്തിന്റെ പുസ്തകം അതിൽ 4-ാമത്തെ അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ ആ ജനത്തിന്റെ സ്ഥിതിയെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. രാജാക്കന്മാരുടെ അകൃത്യത്തിന് ഫലമായി ആ ജനത്തിന്റെ മേൽ തകർച്ച പിടികൂടിയപ്പോൾ ആ ജനത്തിന്റെ സ്ഥിതി എന്തായിരുന്നു? വിലാപത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ. മുല കുടിക്കുന്ന കുഞ്ഞിന്റെ നാവ് അണ്ണാക്കിനോട് ഒട്ടി ദാഹം കൊണ്ട് വരണ്ടുപോയി. കുട്ടികൾ ഭക്ഷണം ഇരന്നു നടന്നു, പക്ഷെ ആരും കൊടുക്കുന്നില്ല. സ്വാദിഷ്ട ഭോജനം അനുഭവിച്ചിരുന്നവർ തെരുവുകളിൽ പട്ടിണി കൊണ്ട് നശിക്കുന്നു. പട്ടുവസ്ത്രം ധരിച്ച് വളർന്നവർ ചാരക്കൂമ്പാരത്തിന് മേൽ കിടക്കുന്നു. 7-ാമത്തെ വാക്യം. അവളുടെ പ്രഭുക്കന്മാർ മഞ്ഞിനേക്കാൾ നിർമ്മലരും പാലിനേക്കാൾ വെണ്മയുള്ളവരുമായിരുന്നു. അവരുടെ ശരീരം പവിഴത്തേക്കാൾ തുടുത്തതും അവരുടെ ആകാരഭംഗി ഇന്ദ്രനീലത്തിന് തുല്യവുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരുടെ മുഖം കരിക്കട്ടയേക്കാൾ കറുത്തിരിക്കുന്നു. തെരുവീതികളിൽ അവരെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവരുടെ തൊലി എല്ലിനോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. അത് ഉണങ്ങിയ വിറക് കമ്പ് പോലെയായിരിക്കുന്നു. ഒരു നാൾ ദൈവം നയിച്ചപ്പോൾ ഇവരുടെ സ്ഥിതി, അവരുടെ പ്രഭുക്കന്മാർ മഞ്ഞിനേക്കാൾ നിർമ്മലരും പാലിനേക്കാൾ വെണ്മയുള്ളവരും ശരീരം പവിഴത്തേക്കാൾ തുടുത്തതും ആകാരഭംഗി ഇന്ദ്രനിലത്തിന് തുല്യവും. അന്ന് ദൈവത്തിന്റെ നേതൃത്വത്തിൽ നിന്ന് പടഞ്ഞ് രാജാക്കന്മാരുടെ കീഴിലേക്ക് വന്നപ്പോൾ ഇതാ അതിൻ്റെ അകൃത്യത്തിന്റെ ഫലമായി തകർച്ച രാജ്യത്തിന് മേൽ വന്നപ്പോൾ പറയുകയാണ്, അവർ ഉണങ്ങിയ വിറക് കമ്പ് പോലെ കരിഞ്ഞ കരിക്കട്ട പോലെ അവരുടെ ഷേപ്പ് രൂപാന്തരപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇറച്ചി എല്ലേ കുത്തുന്നൊരു കാലമുണ്ട്, ഓർക്കണം. അന്ന് ഞെളിഞ്ഞ് അതും ഇതും വിളിച്ച് പറയരുത്. അതിൻ്റെ വരും വരായിക അവനവൻ്റെ കുടുംബത്തിൽ തന്നെ അനുഭവിക്കേണ്ടി വരും. നടന്നു വന്ന കാലങ്ങൾ വഴികൾ മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും അടുത്ത വാക്യം, 9-ാമത്തെ വാക്യം. വാളേറ്റ് മരിച്ചവർ വിശപ്പ് കൊണ്ട് മരിക്കുന്നവരെക്കാൾ ഭാഗ്യവാന്മാരായി കരുതപ്പെട്ടു. കരുണാമയികളായ സ്ത്രീകൾ സ്വന്തം കൈകൾ കൊണ്ട് മക്കളെ വേവിച്ചു തിന്നു. അതുപോലെ ആ ദേശത്തിൻ്റെ ജനം വിശപ്പും വേദനയും അനുഭവിക്കാൻ വിശപ്പിനും വേദനയ്ക്കും വേണ്ടി വിട്ടുകൊടുക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ദൈവം പറയണത്, നിങ്ങൾ നിഷ്പ്രയോജനമായ മുറുമുറുപ്പിൽ ചെന്ന് പെടരുത്. നിഷ്പ്രയോജനമായ മുറിവിൽ ചെന്ന് പറയരുത്. പണ്ട് ഒരു 2 ഓടും ഒരു മേൽക്കൂരയും 2 മുറിയും ഒരു കുഞ്ഞടുക്കളയും അതിനകത്ത് ഒരു മരത്തവിയും 2 കൊരണ്ടിയായിട്ടുള്ള കാലം ഓർക്കണം. അവിടുന്ന് ദൈവം വളർത്തി, ദൈവം അവിടുന്ന് അനുഗ്രഹിച്ചു. ഒരു നല്ല വീടും ഒരു വണ്ടിയും ഒരു റോഡും ഒരു അത്യാവശ്യ സൗകര്യങ്ങളും ഒരു മൊബൈൽ ഫോണും അത്യാവശ്യത്തിന് ഭക്ഷണവും ഒക്കെ തന്ന് ആ ക്ഷീണമൊക്കെ മാറി ഇത്തിരി പച്ചപ്പ് വന്നു കഴിയുമ്പോൾ വന്ന വഴികൾ മറക്കരുത്. ജപമാല ചൊല്ലി വളർന്ന ആളുകൾ മറക്കരുത്. ദേവാലയത്തിലേക്ക് പോയ വഴികളും പെട്ടെന്ന് മറന്നു പോകരുത്. നൊവേന ചൊല്ലിയും വിശുദ്ധന്മാരോട് പ്രാർത്ഥിച്ചും വിശുദ്ധ ബലി അർപ്പിച്ചും സന്ധ്യാപ്രാർത്ഥന ചൊല്ലിയും നേർച്ച നേർന്നും തീർത്ഥാടനങ്ങൾ നടത്തിയും വരന്നു വന്ന ആ ഒരു ദൈവത്തിന്റെ പരിപാലനയുടെ വഴികൾ പെട്ടെന്ന് മറന്നു പോകരുത്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. അങ്ങനെയൊക്കെ ചെയ്യുന്നവര് എന്തോ ബുദ്ധിയില്ലാത്തവരും ബോധമില്ലാത്തവരാണെന്ന് ചിന്തിക്കാൻ പെട്ടെന്ന് ഞെളിയാൻ വരട്ടെ. ഒന്നാലോചിക്ക്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, അസഹിഷ്ണുവായവൻ സകലതും കാണുന്നുണ്ട്. എഴുന്നേറ്റ് നിൽക്കാം. മനുഷ്യന് പല പാപങ്ങളും വരും, എന്നാൽ അതിൽ വളരെ തകർച്ച കുടുംബത്തിലേക്ക് വിളിച്ചു വരുന്ന പാപമാണ് ദൈവം നടത്തിയ വഴികളെ മറന്ന്, ദൈവത്തിൻ്റെ ആ പരിപാലനയെ മറന്ന്, ദൈവത്തിൻ്റെ വഴികളിലൂടെ നടന്നു വന്ന നന്മയെ മറന്ന്, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന രീതികളൊക്കെ മറന്ന് എപ്പോഴും ദൈവത്തെ കുറ്റപ്പെടുത്തുക. ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ദൈവം എന്താ ഇങ്ങനെ ചെയ്യണത്, അവർക്ക് വീടുണ്ടല്ലോ, ഇവർക്ക് വീടുണ്ടല്ലോ, അവിടെ രാജാക്കന്മാരുണ്ടല്ലോ, ഇവിടെ രാജാക്കന്മാരുണ്ടല്ലോ, ഇവിടെ എന്താ ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സമൃദ്ധിയുടെ നടുവിൽ ദൈവം നിങ്ങളെ നയിച്ച് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കുറ്റം പറച്ചിൽ തുടരരുത്, സങ്കടം പറച്ചിൽ തുടരരുത്, മുറിമുറുത്ത് വാങ്ങാൻ നിൽക്കരുത്, മുറിമുറുപ്പ് അവസാനിപ്പിക്കണം. ഹല്ലേലൂയ.
ഈ ഒരു തിന്മയെ ഈ നിമിഷങ്ങളിൽ ദൈവസന്നിധിയിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് അത് വിട്ടുപോകണം. നിങ്ങളുടെ അപ്പനും അമ്മയും അവർ ചോര നീരാക്കിയും ചോര പാലാക്കിയൊക്കെ നിങ്ങൾ വളർത്തി വലുതാക്കി. അങ്ങനെ വളർത്തി വലുതാക്കി കഴിയുമ്പോൾ ആ അപ്പൻ്റെ നേരെ അമ്മയുടെ നേരെ മുറുമുറുത്തുകൊണ്ട് ചെല്ലരുത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരി, അവര് നിങ്ങൾ നടത്തി വളർത്തി വലുതാക്കിയ അവരുടെ കഷ്ടപ്പാടിന്റെ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം. പൊടുന്നനെ ഈ റോഡ് വക്കത്ത് വളർന്നത് ആ പൂളമരം പോലെ പെട്ടെന്ന് വളർന്ന് വലുതായെന്ന് വിചാരിക്കരുത്. നിങ്ങൾ ഇത്രയും സ്ഥിതി എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് ബലിയായി തീർന്ന ജീവിതങ്ങളുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ട ആളുകൾ കുടുംബത്തിലുണ്ട്. കുടുംബത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടവരുടെ കഷ്ടപ്പാടുകൾ പെട്ടെന്ന് മറക്കരുത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അതുപോലെ നിങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പോഴാണെങ്കിലും കോളേജിൽ ചെല്ലുമ്പോഴാണെങ്കിലും അങ്ങനെ തന്നെ അവിടെ പഠിപ്പിക്കുന്ന ടീച്ചർമാർ, അവിടെ കഷ്ടപ്പെടുന്ന മേലധികാരികൾ, നിങ്ങളൊരു സഭയിൽ ചെല്ലുമ്പോൾ സഭയുടെ മേലധികാരികൾ, ഓരോ ഉത്തരവാദിത്ത സ്ഥാനത്തിരിക്കുന്നവർ അതിൻ്റെ ഭാരവും ദുഃഖവും കഷ്ടവും ക്ലേശവും സഹിക്കുന്നുണ്ട്. ആർക്ക് വേണ്ടി ഈ ക്ലേശമൊക്കെ അവർ സഹിക്കുന്നത്? അവരെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് അവരെ കയറി അങ്ങോട്ട് നിഷേധിക്കരുത്. ഹല്ലേലൂയ. ഉറക്കെ പറ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എന്തായാലും ശരി, എല്ലാ പൊടുന്നതിനങ്ങളും ഉണ്ടായതാണെന്ന് വിചാരിക്കേണ്ട. എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ആയി തീർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ കഷ്ടതകളും ഒരുപാട് പേരുടെ പ്രാർത്ഥനയും ഒരുപാട് പേരെ കണ്ണുനീരും ഉണ്ടെന്ന് ഓർത്തോളണം. രണ്ട് കരങ്ങൾ ഉയർത്താം, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, തല മറന്ന് എണ്ണ തേക്കാൻ ഒരിക്കലും അനുവദിക്കരുത് കർത്താവേ. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പോരാ, മനസ്സ് തുറന്ന് സ്തുതിക്കട്ടെ, ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ദൈവമേ, നഗളത്തിന്റെയും അഹങ്കാരത്തിന്റെയും അഹന്തയുടെ പിടിയിലമർന്ന് എന്നെ വളർത്തി വലുതാക്കി എൻ്റെ ദൈവത്തെയും എന്നെ പരിപാലിച്ച് എന്നെ നോക്കി നടത്തി എന്നെ ചികിത്സിച്ച് എന്നെ പരിപാലിച്ച് എനിക്ക് വേണ്ടി ജീവിതം അർപ്പിച്ച് എന്നെ വളർത്തി വലുതാക്കി എൻ്റെ മാതാപിതാക്കന്മാരെയും എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട എൻ്റെ കൂടപ്പിറപ്പുകളെയും എനിക്ക് വേണ്ടി അധ്വാനം ചെയ്ത എൻ്റെ ഉപകാരികളെയും എൻ്റെ അഭ്യുദയകാംക്ഷികളെയും ഒരിക്കലും മറക്കാതെ നന്ദിയുള്ളൊരു ജീവിതം എനിക്ക് തരണമേ, നന്ദിയുള്ളൊരു ജീവിതം എനിക്ക് തരണമേ. പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. യേശുവിന്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങലഴിയട്ടെ. അഹങ്കാരത്തിന്റെ കോട്ടകൾ തകരട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങലഴിയട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങലഴിയട്ടെ. സാത്താനേ, പോകൂ. സാത്താനേ, നീ നിത്യനരകത്തിൽ പോകൂ. ഞാനും എന്റെ കുടുംബവുമല്ല യേശുവിന്റേതു മാത്രം. ഞാനും എന്റെ കുടുംബവുമല്ല യേശുവിന്റേതു മാത്രം. ദൈവം വളർത്തി വലുതാക്കുമ്പോൾ, ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് കുടുംബം മുന്നോട്ട് പോകുമ്പോൾ വിമത സ്വഭാവം നമുക്ക് ചേർന്നതല്ല. സാത്താൻ പ്രവർത്തിക്കുമ്പോൾ സാത്താൻ നൽകുന്ന ഒരു പ്രത്യേക പ്രേരണയാണ് വിമത സ്വഭാവം, എതിർപ്പിന്റെ സ്വഭാവം. മാതാപിതാക്കന്മാരോട്, കൂടപ്പിറപ്പുകളോട്, മേലധികാരികളോട്, ദൈവത്തോട് എതിർപ്പിന്റെ സ്വഭാവം, വിമത സ്വഭാവം. ഇത്രയും കാലമായിട്ട് എന്താ ഉണ്ടാക്കിയെന്ന് ചോദിക്കുക. ഇത്രയും കാലമായിട്ട് ഇതെല്ലാം ഉണ്ടാക്കി തന്നെന്ന് ചോദിക്കുക. ഇത് ദൈവം ഒട്ടും അംഗീകരിക്കുന്ന ഒരു സംഗതിയല്ല. അതിന്റെ പേര് വിമത സ്വഭാവം എന്നാണ്, അതിന്റെ പേര് എതിർപ്പെന്നാണ്, അതിന്റെ പേര് മല്ലടിക്കുന്ന സ്വഭാവം എന്നാണ്. പ്രിയ മകനെ, പ്രിയ പൈതലെ, നിന്റെ അപ്പനോട്, നിന്റെ അമ്മയോട് നീ ഒരിക്കലും അങ്ങനെ ചോദിക്കരുത്. ഇത്രയും കാലമായിട്ട് എനിക്ക് വേണ്ടി എന്താ ഉണ്ടാക്കിയത്, ഇത്രയും കാലമായിട്ട് ഇതെല്ലാം ഉണ്ടാക്കി തന്നത് ചോദിക്കരുത്. പകരം നടത്തിയ വഴികളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. എന്നാൽ സാത്താൻ കുടുംബം തകർക്കാൻ ആഗ്രഹിക്കുമ്പോൾ, സാത്താൻ ജീവിതം തകർക്കാൻ ആഗ്രഹിക്കുമ്പോൾ, സാത്താൻ ജനത്തെ തകർക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവിടെ വിമത സ്വഭാവത്തിന്റെ വിത്ത് വിതയ്ക്കും. വചനം പഠിപ്പ് ഇങ്ങനെയാണ്: വിപ്ലവകാരികൾ വരണ്ട ഭൂമിയിൽ പാർക്കും. വിപ്ലവകാരികൾ വരണ്ട ഭൂമിയിൽ പാർക്കും. രണ്ട് കാര്യങ്ങൾ ഒരിക്കൽ കൂടെ ഉയർത്തട്ടെ. സാത്താൻ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകണം. വിമത സ്വഭാവത്തിന്റെ, വിപ്ലവത്തിന്റെ, എതിർപ്പിന്റെ, അനുസരണത്തിന്റെ, നന്ദിയില്ലായ്മയുടെ, മുറുമുറുപ്പിന്റെ അരൂപികളും ശക്തികളും യേശുനാമത്തിൽ വിട്ടുപോകട്ടെ.
സാത്താൻ വിമതിക്കട്ടെ. നരകത്തിൽ പോകൂ സാത്താനേ, നീ നരകത്തിൽ പോകൂ. ഞാനും എന്റെ കുടുംബവുമെല്ലാം യേശുവിന്റേതു മാത്രം. കരങ്ങളടിച്ച് ബന്ധനമഴിയട്ടെ, കെട്ടുക പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുക പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുക പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുക പൊട്ടട്ടെ. യേശുവിന്റെ തിരുരക്തം നിറയട്ടെ, യേശുവിന്റെ തിരുരക്തം ഞങ്ങൾ നിറയട്ടെ, യേശുവിന്റെ തിരുരക്തം ഞങ്ങൾ നിറയട്ടെ. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഓരോ ഹൃദയങ്ങളിലും സാത്താൻ കെട്ടിയിരിക്കുന്ന സാത്താന്റെ കൂടുകൾ ഇപ്പോൾ ചിന്ന ഭിന്നമായി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാത്താന്റെ ദുരുദ്ദേശങ്ങളെ യേശുനാമത്തിൽ നിർവീര്യമാക്കുന്നു. ഹല്ലേലൂയ. തെറ്റായ ബോധ്യങ്ങൾ, തെറ്റായ കാഴ്ചപ്പാടുകൾ, തെറ്റായ അറിവുകൾ യേശുനാമത്തിൽ കഴുകപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വഴക്കിന്റെയും കലഹത്തിന്റെയും വിമത സ്വഭാവത്തിന്റെ അരൂപികളെ യേശുനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. യേശുവേ, 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 യേശുവേ. മറ്റുള്ളവർ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, എന്റെ മാതാപിതാക്കന്മാർ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, എന്റെ നേതൃത്വം എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന അരൂപികളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു. വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ഉറക്കെ വിളിക്കുന്നു, ഈശോയേ. മരണത്തെ ജയിച്ചവനെ ഈശോയേ, മരണത്തെ ജയിച്ചവനെ ഈശോയേ, മരണത്തെ ജയിച്ചവനെ കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ, കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ, കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ, എന്നെന്നും നീ വാഴണമേ. യേശുവേ, 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 യേശുവേ. എല്ലാവരും വിളിക്കുന്നു, സ്വരം ഉയർത്തി വിളിക്കുന്നു, അതിരങ്ങൾ തുറന്ന് വിളിക്കുന്നു. രക്ഷകനെ വിളിക്കട്ടെ, സത്യദൈവത്തെ വിളിക്കട്ടെ, ഹൃദയങ്ങൾ തുറന്ന് വിളിക്കട്ടെ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുമ്പോൾ ഈ ലോകത്തിലെ ഓരോ ജീവിത സാഹചര്യങ്ങളിലൂടെയും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള എല്ലാ തരത്തിലുള്ള വിപരീത സ്വാധീനങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ നിമിഷങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ ലോകത്തിന്റെ ഓരോ ബന്ധനങ്ങളും കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ കർത്താവേ. കുടുംബത്തിൽ സമാധാനമില്ല അവസ്ഥയിലേക്ക് അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. കുടുംബത്തിൽ യോജിപ്പില്ലാത്ത അവസ്ഥയിലേക്ക് അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. എത്ര അധ്വാനിച്ചാലും ഉയർച്ചയില്ലാത്ത വിധം കുടുംബത്തിൽ ഒരു മേൽഗതി ഇല്ലാത്ത അവസ്ഥയിലേക്ക് അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. എല്ലാവരും വിവാഹ തടസ്സങ്ങളിലേക്ക് അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. എത്ര ആലോചിച്ചിട്ട് കല്യാണം നടക്കുന്നില്ല, വിവാഹം നടക്കാത്ത കുടുംബങ്ങളുടെ ദുഃഖം, ഓ യേശുവേ, ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ
സന്നിധിയിലേക്ക് ഞങ്ങൾ ഏറ്റുപറയാണ്. കല്യാണ ആലോചന നടന്നിട്ടും കല്യാണം നടക്കാത്ത, വർഷങ്ങളായി കല്യാണം നടക്കാത്ത ഓരോ കുടുംബത്തിന്റെ വിവാഹ തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ കുടുംബ ദുഃഖങ്ങളും ഓരോ കുടുംബത്തിന്റെ വേദനകളും ഇപ്പോൾ ദൈവ സന്നിധിയിലേക്ക് സമർപ്പിച്ച് എല്ലാവരും സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. യേശുവേ, ആരാധന, 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 ആരാധന. ഓ കർത്താവായ യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന്, കുടുംബ സാഹചര്യങ്ങളിൽ നിന്ന് തിന്മയുടെ ആധിപത്യങ്ങൾ തകരട്ടെ കർത്താവേ. തിന്മയുടെ ആധിപത്യങ്ങൾ തകരട്ടെ കർത്താവേ. കുടുംബങ്ങളിൽ കാലങ്ങളായി പിടിമുറുക്കിയിരിക്കുന്ന അതിന്റെ ആധിപത്യങ്ങൾ തകരട്ടെ. മദ്യപാന പിടകൾ തകരട്ടെ. പാപങ്ങൾ തകരട്ടെ. ദുർവാസന തകരട്ടെ. വിചാര ദുരാസക്തി വിട്ടുപോകട്ടെ. പുകവലിക്കുന്ന ദുർബന്ധനങ്ങൾ വിട്ടുപോകട്ടെ. ബുദ്ധിയുടെ കെട്ടുകൾ അഴിയട്ടെ. ദുർസ്വഭാവങ്ങൾ വിട്ടുപോകട്ടെ. നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. ശക്തികൾ
യേശുവിൻ നാമത്തെ തകരട്ടെ. കരങ്ങൾ ഉയർത്തിയടിച്ച് രാജാധിരാജന വിശിവാനാഥ നിൻ നാമം ഭൂമിയിലെങ്ങും നിറയട്ടെ. രാജാധിരാജന വിശിവാനാഥ നിൻ നാമം ഭൂമിയിലെങ്ങും നിറയട്ടെ. വൈരാശ്യങ്ങൾ വൈരാഗ്യങ്ങൾ യേശുവിൻ നാമത്തെ തകരട്ടെ. വൈരാശ്യങ്ങൾ വൈരാഗ്യങ്ങൾ യേശുവിൻ നാമത്തെ തകരട്ടെ. രാജാധിരാജന വിശിവാനാഥ നിൻ നാമം ഭൂമിയിലെങ്ങും നിറയട്ടെ. രാജാധിരാജന വിശിവാനാഥ നിൻ നാമം ഭൂമിയിലെങ്ങും നിറയട്ടെ. രാജാധിരാജന വിശിവാനാഥ നിൻ നാമം ഭൂമിയിലെങ്ങും നിറയട്ടെ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 യേശുവിന്റെ നാമത്തിന്റെ അത്ഭുത ശക്തി, യേശുവിന്റെ നാമത്തിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ ഈ സമൂഹത്തിലേക്ക് വ്യാപരിക്കട്ടെ, ഈ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ, ഈ വംശത്തിലേക്ക് വ്യാപരിക്കട്ടെ, ഓരോ വംശങ്ങളിലേക്കും വ്യാപരിക്കട്ടെ. തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. വർഷങ്ങളായി വിവാഹ തടസ്സം അനുഭവിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് വിവാഹ തടസ്സത്തിന് കെട്ടുകൾ അഴിയട്ടെ കർത്താവേ. ഓ ദൈവമേ, ഈ കുടുംബങ്ങളിൽ കുട്ടികൾക്കുള്ള പഠനത്തിന് തടസ്സങ്ങൾ അനുഭവിക്കുന്ന ഓരോ കുടുംബങ്ങളിൽ നിന്ന് പഠനത്തിന്റെ തടസ്സങ്ങൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. തുടരെ തുടരെ പരാജയപ്പെടുന്ന ഓരോ സാഹചര്യങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് വിടുതൽ ലഭിക്കട്ടെ കർത്താവേ. അടഞ്ഞുപോയ സ്വഭാവവും ദുർബുദ്ധിയുമുള്ള കുട്ടികളിൽ നിന്ന് ദുർബുദ്ധിയും ദുർസ്വഭാവവും വിട്ടുമാറി പോകട്ടെ. തെളിഞ്ഞ സ്വഭാവം ലഭിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മീയ മേഖലകളിൽ ബന്ധനത്തിൽ വേണ്ടിയിരിക്കുന്ന ഓരോരുത്തരിൽ നിന്ന് ആത്മീയ മേഖലയുള്ള എല്ലാ ചങ്ങലകളും മുറിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന. യേശുവേ യേശുവേ. രണ്ട് കാര്യങ്ങൾ ഒരിക്കൽ കൂടെ ഉയർത്തുകയാണ്. മാതാപിതാക്കളോട് ഐക്യപ്പെടാൻ പറ്റുന്നില്ല. മാതാപിതാക്കളോട് വർഷങ്ങളായി കഠിനമായ വെറുപ്പ് ഒരു ബന്ധനമായി മാറിയിരിക്കുന്നു. മാതാപിതാക്കളുടെ വെറുപ്പിൻ്റെയും മാതാപിതാക്കളുടെ ഐക്യമില്ലാത്ത അവസ്ഥയും വിട്ടുമാറി മാതാപിതാക്കളുള്ള അനൈക്യവും അകൽച്ചയും ഇപ്പോൾ സൗഖ്യപ്പെടാൻ വേണ്ടി സമൂഹം സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ, ഈ സമൂഹത്തിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരിൽ മാതാപിതാക്കളുമായുള്ള ബന്ധം വിച്ഛേദിച്ച് പിണങ്ങി കഴിയുന്നവരിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. പിണക്കവും വെറുപ്പും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ. തുടർന്നുള്ള നിമിഷങ്ങളിൽ ദിവ്യ കാരുണ്യ ആശീർവാദം നൽകി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈ സമയത്ത് യേശുവിൻ്റെ നാമം ഓരോ പ്രത്യേക സാഹചര്യങ്ങളിലേക്ക് വ്യാപരിക്കാൻ ആഗ്രഹിക്കുക. രോഗികൾ യേശുവിൻ്റെ നാമത്തെ ഉറക്കെ വിളിക്കണം. തകർന്നവർ യേശുവിൻ്റെ നാമത്തെ കടബാധ്യതയിലേക്കും കുടുംബ പ്രശ്നങ്ങളിലേക്കും ഉറക്കെ വിളിക്കുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുന്ന ഓരോ അവസ്ഥയിലേക്ക് യേശുവിൻ്റെ നാമത്തെ വിളിക്കുക. ദിവ്യ കാരുണ്യ ആശീർവാദം, ഇന്നത്തെ ശുശ്രൂഷയുടെ സമാപന ആശീർവാദം നൽകുന്ന സമയമാണ്. രണ്ട് കരങ്ങളും ഈശോയിലേക്ക് ഉയർത്തിപ്പിടിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നോക്കുക. ദിവ്യകാരുണ്യ ഈശോയെ ഹൃദയം കൊണ്ട് അംഗീകരിച്ച്, യേശുവെ ഞാൻ വിളിക്കുമ്പോൾ ഇപ്പോൾ അങ്ങയുടെ ശക്തി എൻ്റെ കുടുംബത്തിൻ്റെ മേൽ വ്യാപരിക്കും ബോധ്യപ്പെട്ട് വിശ്വാസത്തോടെ എല്ലാവരും ചേർന്ന് സർവശക്തിയോടും കൂടെ ഉറക്കെ വിളിക്കുന്നു, യേശുവേ. യേശുവേ